മൊഡ്യൂൾ 6 ആർച്ചസ്. ആർച്ചസ് എന്ന് വെച്ചാൽ കേർവ്ഡ് ബീംസ് ആണ്. അതാണ്ട് ആർച്ചസ്. ആർച്ചസ് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് കണക്ക് ബ്രിഡ്ജസിൻ്റെ ബീംസ് ആയിട്ടായിരിക്കും. സോ എന്തുകൊണ്ടാണ് ബ്രിഡ്ജസിലൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ ഹൊറിസോണ്ടൽ ബീമാണ് യൂസ് ചെയ്തത്. ഈ റോഡിനെ സപ്പോർട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ബീമാണ് യൂസ് ചെയ്തതെന്ന് വിചാരിക്കുക. ഹൊറിസോണ്ടൽ ബീമിൽ ഈ വെഹിക്കിളിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്നു, പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുക? അവിടെ ഒരു മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനൊരു മൊമെന്റ് വാല്യൂ ഡെവലപ്പ് ചെയ്യും. സോ ലോഡ് ട്രാവൽ ചെയ്യുന്ന പോയിന്റിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ പോയിന്റ് ലോഡിന് പകരം ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയിരുന്നു ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇതിനകത്ത് ഒരു മാക്സിമം മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഇങ്ങനെ ഒരു മൊമെന്റ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് മാക്സിമം മൊമെന്റ് ഈസ് അറ്റ് സെന്റർ. സോ ഇങ്ങനെ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് കൂടുതലാകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ചെറിയ ക്രോസ് സെക്ഷൻ ആയിരിക്കില്ല, വലിയ ക്രോസ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും ഇൻ ഓർഡർ ടു വിത്ത്സ്റ്റാൻഡ് ദ ബെൻഡിങ് മൊമെന്റ്. അപ്പോൾ ഇത് എക്കണോമിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും എല്ലാം ഇൻക്രീസ് ചെയ്യും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ആർച്ച് ബീംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർച്ച് ബീമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആർച്ച് ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് വളരെ കുറവായിരിക്കും കമ്പയറിങ് ടു ഹൊറിസോണ്ടൽ ബീംസ്. ആർച്ച് ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ് വളരെ കുറവായിരിക്കും. അതേ കണക്ക് ആർച്ചിൽ ഫോഴ്സസ് കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. കംപ്രസീവ് ഫോഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. അതേ കണക്ക് ആർച്ചിൻ്റെ എല്ലാ ക്രോസ് സെക്ഷനിലും ഈക്വൽ ആയിട്ടായിരിക്കും ഈ കംപ്രസീവ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ ക്രോസ് സെക്ഷൻസും വളരെ കുറവ് മാത്രമായിട്ട് ഡിസൈൻ ചെയ്താൽ മതി. ഇൻ അഡീഷൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യും. സോ ആർച്ചസിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആണ് അബട്ട്മെന്റ്സ്. രണ്ട് എൻഡിലും അബട്ട്മെന്റ്സ് ഉണ്ടാകും. അപ്പോൾ രണ്ട് അബട്ട്മെന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്പാൻ. സോ ആർച്ചിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് ക്രൗൺ. അപ്പോൾ ഈ ഹൊറിസോണ്ടലിന് ക്രൗൺ വരെയുള്ള ഡിസ്റ്റൻസിനാണ് റൈസ് എന്ന് പറയുന്നത്. ഇനി ചില കേസിൽ ഈ ക്രൗണിൽ ഒരു അഡീഷണൽ ഹിഞ്ചസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അബട്ട്മെന്റ്സിൽ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യും? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും, ഹൊറിസോണ്ടലും ഡെവലപ്പ് ചെയ്യും. ഇവിടെയും ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ഹിഞ്ച് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കൊരു അഡീഷണൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാൻ പറ്റും. സം ഓഫ് മൊമെന്റ് അബൌട്ട് ദിസ് ഹിഞ്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു അഡീഷണൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതാൻ പറ്റും. നെക്സ്റ്റ്, ആർച്ചിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുവാണെങ്കിൽ ഈ ക്രോസ് സെക്ഷനിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ആണ് there will be a vertical subjected to a normal thrust, radial shear and bending moment. So normal thrust, ഈ സെക്ഷന് നോർമൽ ആയിട്ടായിരിക്കും നോർമൽ ത്രസ്റ്റ് വരുന്നത്. and there will be a radial shear and a bending moment. ഈ ബെൻഡിങ് മൊമെന്റ് വളരെ കുറവായിരിക്കും. സോ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹിഞ്ചസ് ആർച്ചസിന് നമുക്ക് 3 hinged arch, 2 hinged arch, hingeless ഓഫ് ഫിക്സഡ് ആർച്ച് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 3 hinged ആർച്ചിനകത്ത് ദാണ്ടേ 1 2 3 3 ഹിഞ്ചസ് ഉണ്ടാവും. 2 hinged ആർച്ചിനകത്താണെങ്കിൽ ഈ രണ്ട് അബട്ട്മെന്റ്സിലും ഹിഞ്ച്. ഇവിടെ എന്താണ്? രണ്ട് അബട്ട്മെന്റ്സ്, രണ്ട് എൻഡും ഫിക്സഡ് ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 3 hinged ആർച്ചസ് മാത്രമാണ്. ഈ 3 hinged ആർച്ചസിനകത്ത് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ വരുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എത്ര ഇക്വിലിബ്രിയം, നോർമലി എല്ലാ സ്ട്രക്ചറിനും എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്? സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0, സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈസ് ഈക്വൽ ടു ആൻഡ് സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. ഇവിടെ കണ്ടോ, നമ്മുടെ ആർച്ചിൽ ഒരു അഡീഷണൽ നമ്പർ ഓഫ് ഹിഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വരും? നാലാമതൊരു ഇക്വിലിബ്രിയം ഇക്വേഷനും കൂടെ എഴുതാം. സം ഓഫ് മൊമെന്റ് അബൌട്ട് ദിസ് ഹിഞ്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള നാലാമതൊരു ഇക്വിലിബ്രിയം ഇക്വേഷനും എഴുതാം. ഇനി നമുക്ക് ഈ 3 hinged ആർച്ച് ഡിറ്റർമിനേറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടുത്തെ സപ്പോർട്ടിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു വെർട്ടിക്കലും ഡെവലപ്പ് ചെയ്യും, ഹൊറിസോണ്ടൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യും. ഇവിടെയും ഒരു വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്യും. സോ നമുക്ക് എത്ര നമ്പർ ഓഫ് അൺനോൺസ് ആയി? 1 2 3 4 നമ്പർ ഓഫ് അൺനോൺസ്. നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട് 3 hinged ആർച്ചിന്? 4 നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്. ഹെൻസ് 3 hinged ആർച്ചസ് ഒരു ഡിറ്റർമിനേറ്റ് ആർച്ചസ് ആണ്.
അപ്പോൾ ഡിറ്റർമിനേറ്റ് ആർച്ച് മാത്രമേ നമുക്ക് 6th മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. രണ്ട് ടൈപ്പ് 3 hinged ആർച്ചസ് ഉണ്ട്, സർക്കുലർ ആർച്ചും പാരബോളിക് ആർച്ചും. സർക്കുലർ ആർച്ച് എന്ന് വെച്ചാൽ ഒരു സർക്കിളിന്റെ ഒരു പോർഷൻ ആയിരിക്കും ആർച്ച് ആയിട്ട് വരുന്നത്, അതാണ് സർക്കുലർ ആർച്ച്. പാരബോളിക് ആർച്ച് പാരബോളിക് ഷേപ്പിലായിരിക്കും ആർച്ച് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സർക്കുലർ ആർച്ച് ഓർ സെഗ്മെന്റൽ ആർച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് സർക്കിള്, ആ സർക്കിളിന്റെ ഒരു പോർഷൻ ആണ് നമ്മൾ ആർച്ച് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ പോർഷൻ. എ ആൻഡ് ബി ആണ് സപ്പോർട്ട്സ്, അബട്ട്മെന്റ്. ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, സർക്കിളിന്റെ സെന്റർ. ദെൻ ഫസ്റ്റ് നമുക്ക് ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സർക്കിൾ ദണ്ടേ എ എം ഇൻറ്റു എം ബി, അതായത് L/2 ഇൻറ്റു L/2 ഈസ് ഈക്വൽ ടു CM ഇൻറ്റു 2R/h. ഈ 2R/h എങ്ങനെയാണ് വന്നേ? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റേഡിയസ് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് വെച്ചാൽ 2 times റേഡിയസ്. നമുക്ക് ഈ ലെങ്ത് വേണം, അതുകൊണ്ട് എന്ത് ചെയ്തു? 2R minus h. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് സർക്കിൾ വെച്ച് L/2 ഇൻറ്റു L/2 ഈസ് ഈക്വൽ ടു h ഇൻറ്റു 2R minus h. സോ നമുക്ക് അവിടെ നിന്ന് റേഡിയസിന് ഒരു ഇക്വേഷൻ കിട്ടി, R ഈസ് ഈക്വൽ ടു L²/8h പ്ലസ് h/2. L എന്ന് വെച്ചാൽ എന്താ? എ ബിയുടെ സ്പാൻ ലെങ്ത് ആണ് L. h എന്ന് വെച്ചാൽ എന്തായിരുന്നു? റൈസ് ആണ്. സോ റേഡിയസ് ആറിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. ഇനി നമ്മൾ ആർച്ചിൽ ഒരു പോയിന്റ് ഡി കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റ് ഡിയുടെ കോർഡിനേറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇത് എക്സ് വൈ, ആ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഡി ഇവിടെ ഒറിജിനായിട്ട് എടുത്തിരിക്കുന്ന എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഡി എന്ന് പറഞ്ഞ പോയിന്റ്സിന്റെ കോർഡിനേറ്റ് വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇതിന്റെ ടാൻജന്റ് ആർച്ചിന്റെ ടാൻജന്റ് ഹൊറിസോണിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ വാല്യൂ. ഇനി ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ നമുക്ക് ഈ എക്സ് ഡിസ്റ്റൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് ഈ ലെങ്ത് എന്ന് വെച്ചാൽ L/2. L/2 എന്ത് സബ്സ്ട്രാക്ട് ചെയ്യണം? L/2 അപ്പോൾ ഫുൾ ലെങ്ത് L/2 ന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ ലെങ്ത് ആണ്. ഈ ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഈ കിട്ടിയിരിക്കുന്ന തീറ്റ വാല്യൂ തന്നെ ആയിരിക്കും ഈ തീറ്റ വാല്യൂ, രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ തീറ്റ കിട്ടാനായിട്ട് നമുക്ക് ഏതാ വേണ്ടേ? ഈ ലെങ്താ വേണ്ടത്. ഇതെന്ന് വെച്ചാൽ എന്തായിരിക്കും? സെന്ററിൽ നിന്ന് സർക്കംഫറൻസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ അത് വെച്ച് എങ്ങനെ എഴുതാൻ പറ്റും? സോ ഈ ഡിസ്റ്റൻസ് നമുക്കൊരു പേര് കൊടുക്കാം, നമുക്ക് ജെ എന്ന് കൊടുക്കാം. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ജെ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ത് വന്നു? ആർ സൈൻ തീറ്റ ആണ് ഈ ഡിസ്റ്റൻസ്, ആർ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് വേണ്ട എന്താ? എക്സ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. എക്സ് ഡിസ്റ്റൻസ് കിട്ടാൻ ഈ ലെങ്ത് എന്തായിരുന്നു? L/2 മൈനസ് ആർ സൈൻ തീറ്റ ആണ് എക്സിന്റെ കോർഡിനേറ്റ് വാല്യൂസ്. സി എക്സ് ഇസ് ഈക്വൽ ടു L/2 മൈനസ് ആർ സൈൻ തീറ്റ, എക്സിന്റെ കോർഡിനേറ്റ് വാല്യൂ. അടുത്തത് നമുക്ക് ഈ വൈയുടെ കോർഡിനേറ്റ് വേണം. ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം. ഇത് എത്രയാണ് വരുന്നത്? ഈ ഡിസ്റ്റൻസ് R ആണ് വരുന്നത്, റേഡിയസ് ഓഫ് സർക്കിൾ. പിന്നെ എന്ത് ചെയ്യുക? ഈ ഹൈറ്റ് h ആണ്. അപ്പോൾ R മൈനസ് h ചെയ്യുമ്പോൾ h. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് കിട്ടി. നമുക്ക് വേണ്ട ഹൈറ്റ് എന്താണ്? ഈ ഒരു ഹൈറ്റ് ആണ് വേണ്ടത്. ആ ഹൈറ്റ് കിട്ടാൻ വേണ്ടി വീണ്ടും ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത കണക്ക് തന്നെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്? ഈ ലെങ്ത്, ഈ ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ R cos തീറ്റ വരും. R cos തീറ്റ ഇതെന്തായിരുന്നു? ഈ സൈഡ് R sin തീറ്റ ആയിരുന്നു. ഇവിടെ വരുന്നത് R cos തീറ്റ. R cos തീറ്റ എന്ന് വെച്ചാൽ എന്താ? ഇത്രയും ഡിസ്റ്റൻസ് R cos തീറ്റ. ഈ പോർഷൻ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യണം. നമുക്ക് എന്താ വേണ്ടത്? ഈ ഒരു ഹൈറ്റാണ് വേണ്ടത്. ഈ ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഇത്രയും പോർഷൻ R cos തീറ്റ കിട്ടി. ഈ ഒരു പോർഷൻ ആണ് R മൈനസ് h. അപ്പോൾ R cos തീറ്റ മൈനസ് R
മൈനസ് എച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വൈയുടെ കോർഡിനേറ്റ് വാല്യൂ കിട്ടും. നോക്കാം, ഇതണ്ടേ ആർ കോസ് തീറ്റ മൈനസ് ആർ മൈനസ് എച്ച്. ഇനി അത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ് എച്ച് മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഈ 3 ഇക്വേഷനാണ് സർക്കുലർ ആർച്ച് സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് വൺ പാരബോളിക് ആർച്ച്. So parabolic equation is equal to 4hx by L square into L minus x. So ഈ ഇക്വേഷൻ അപ്ലൈ ആവുന്നത് നമ്മൾ ഈ സ്പ്രിങ്ങിങ് പോയിന്റ്സ് എ പോയിന്റ് ബി പോയിന്റ് ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിലാണ് ഈ ഇക്വേഷൻസ് അപ്ലൈ ആവുന്നത്. ഇപ്പോൾ ക്രൗൺ സി ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് സ്ക്വയർ ബൈ വൈ ഈസ് ഈക്വൽ ടു എ, അതായത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ. ഇനി ആ ഇക്വേഷൻ നമുക്ക് if the springing points are at same level, എയും ബിയും സെയിം ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ x is equal to L by 2 and y is equal to h. x is equal to L by 2 ദാണ്ടെ സിയുടെ കോർഡിനേറ്റ്സ് x എന്ന് വെച്ചാൽ L by 2, y എന്ന് വെച്ചാൽ എന്ത് വരും? h, സ്മോൾ h, റൈറ്റ്സ്. സോ അവിടെ നമുക്ക് എഴുതാം എക്സിൻ്റെ അടുത്ത് L square by 4h. അപ്പോൾ L square by 4h is equal to a എന്നൊരു ഇക്വേഷൻ കിട്ടും. L square by 4h is equal to a. Hence equation can be written as x square by y is equal to 4 L square divided by 4h. ഈ ഇക്വേഷനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? എയുടെ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ x square by y is equal to L square divided by 4h. നെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് സപ്പോർട്ട്സ് ഡിഫറെൻറ്റ് ലെവലിലാണെങ്കിലോ അതെ സപ്പോർട്ട്സ് രണ്ടും 2 ലെവൽസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്രൗണിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് L1, എന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് H1, ഇത് കണക്ക് തന്നെ സിന്ന് ബി വരെയുള്ള ഹൈറ്റ് H2, സിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L2, ടോട്ടൽ ലെങ്ത് എ ടു ബി ലെങ്ത് L. സോ ഇവിടെയും നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് സ്ക്വയർ ബൈ വൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് നമ്മൾ സി ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിന്റെ വാല്യൂ L1 സ്ക്വയർ ഡിവൈഡഡ് ബൈ H1. ഈ ഇക്വേഷനകത്ത് എക്സിന്റെ കോർഡിനേറ്റ്സിൽ L1 സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈയുടെ ടേം H1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി അത് കണക്ക് തന്നെ റൈറ്റ് പോർഷൻ അപ്ലൈ ചെയ്യുമ്പോൾ L2 സ്ക്വയർ ഡിവൈഡഡ് ബൈ H2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പോൾ രണ്ടിടത്തും കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതുകൊണ്ട് എങ്ങനെ എഴുതാം? L1 സ്ക്വയർ ബൈ H1 ഈസ് ഈക്വൽ ടു L2 സ്ക്വയർ ബൈ H2. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തു. H1 ബൈ H2 ഈസ് ഈക്വൽ ടു L1 സ്ക്വയർ ബൈ L2 സ്ക്വയർ എന്ന് എഴുതി. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? L1 ബൈ L2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് H1 പ്ലസ് H2 എന്ന് എഴുതി. ഇതിനകത്ത് നിന്ന് L1 ഈസ് ഈക്വൽ ടു L2 ഇൻറ്റു റൂട്ട് ഓഫ് H1 ബൈ H2 എന്ന് എഴുതി. സോ ടോട്ടൽ ലെങ്ത് എന്തായിരുന്നു? L ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2. ഇവിടെ L1ൻ്റെ അടുത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ L2 ഈസ് ഈക്വൽ ടു റൂട്ട് H1 പ്ലസ് റൂട്ട് H2 ഡിവൈഡഡ് ബൈ റൂട്ട് H2. അവിടെ നിന്ന് L2 ഈസ് ഈക്വൽ ടു L ഇൻറ്റു റൂട്ട് H2 ഡിവൈഡഡ് ബൈ റൂട്ട് H1 പ്ലസ് റൂട്ട് H2. അപ്പോൾ നമുക്ക് ആ സ്പാൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. എ മുതൽ സി വരെയുള്ള ലെങ്ത് L1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി L2 കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ടോട്ടൽ ലെങ്ത് മൈനസ് L1 എടുക്കാം, ഇല്ലെങ്കിൽ L2ന് നമുക്കൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അതാണ്ട് L2 ഈസ് ഈക്വൽ ടു L1 ഇൻറ്റു റൂട്ട് H2 ബൈ H1 എടുത്തു. L ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2. ഇവിടെ L2ൻ്റെ അടുത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് L1ന് ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ L2നും L1നും ഉള്ള ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ സ്പാൻ ലെങ്ത് ഈസി ആയിട്ട് ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇതിൻ്റെ അനാലിസിസ് പാർട്ടാണ്. ആർച്ചിൽ ലോഡ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അനാലിസിസ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ആർച്ചിനകത്ത് നമുക്ക് എത്ര ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്? 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ പ്ലസ് നമുക്ക് അഡീഷണൽ ഒരു ഹിഞ്ച് ഉള്ളത് കൊണ്ട് 4ാമതൊരു ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സിഗ്മ H ഈസ് ഈക്വൽ ടു 0, സിഗ്മ V ഈസ് ഈക്വൽ ടു 0.
സിഗ്മ മൊമെന്റ് അബൌട്ട് എ ഓർ ബി ഇസ് ഈക്വൽ ടു 0. പിന്നെ എന്താണ് മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഹിഞ്ചും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഇതിലുണ്ട്. ഇനി അടുത്തത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർച്ചിലെ ഒരു സെക്ഷൻ പോയിന്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്ഷനകത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, നമുക്കൊരു വെർട്ടിക്കൽ ഷിയർ ഡെവലപ്പ് ചെയ്യും. വി എന്നുള്ളൊരു വെർട്ടിക്കൽ ഷിയർ, പിന്നെ എൻ എന്നൊരു നോർമൽ ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും, ക്യൂ എന്നുള്ളൊരു റേഡിയൽ ഷിയർ ഡെവലപ്പ് ചെയ്യും, പിന്നെ ഇത് എച്ച് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷൻ കട്ട് ചെയ്താൽ ആർച്ചിന്റെ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യും. വെർട്ടിക്കൽ ഷിയർ, റേഡിയൽ ഷിയർ ആൻഡ് നോർമൽ ത്രസ്റ്റ്. ഇതിനകത്ത് നമുക്ക് എച്ചിന്റെയും ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്, എച്ച്, ഇതാണ് ഹൊറിസോണ്ടൽ ത്രസ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെയും വെർട്ടിക്കൽ ഷിയറിന്റെയും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിന് ഇക്വേഷൻ ഉണ്ട്, അതാണ്ട് ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് വെർട്ടിക്കൽ ഷിയറിന്റെയും ഹൊറിസോണ്ടൽ ത്രസ്റ്റിന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആർച്ചിൽ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിലെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെടുത്താൽ മതി, ഈ സൈഡിലുള്ള ഫോഴ്സസ് എല്ലാം കൂടി കൺസിഡർ ചെയ്ത് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി, ഒന്നെങ്കിൽ ലെഫ്റ്റ് പോർഷൻ അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ. ഇവിടെ നമുക്ക് എന്താ എടുത്തേക്കുന്നത്, ലെഫ്റ്റ് പോർഷൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് പോർഷന് വെർട്ടിക്കൽ റിയാക്ഷനും എക്സ്റ്റേണൽ ഫോഴ്സും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലെക്ചേഴ്സ് മുതൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.